മാവോയിസ്റ്റ് രൂപേഷിന്റെ പുസ്തക പ്രസാധനം വിലക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായ നടപടിയെന്ന് കെ സച്ചിദാനന്ദൻ. ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം പ്രസാധനം നടത്താനായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ നൽകിയ വാക്ക് പാലിക്കാൻ തയ്യാറാകണം. താൻ പ്രധാന കഥാപാത്രമാകുന്ന പുസ്തകം സംബന്ധിച്ച് തനിക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ മറ്റാർക്കാണ് പ്രശ്നമെന്നും സച്ചിദാനന്ദൻ. സാധാരണ നോവലുകളിലൊക്കെ ഉള്ളത് ഇതിലും ഭയങ്കരമായിട്ടാണ്. പോലീസ് സ്റ്റേഷന്റെയും പോലീസ് മർദ്ദനത്തിന്റെയൊക്കെ ചിത്രീകരണങ്ങൾ നമ്മുടെ വെറും സാധാരണ നോവലുകളിൽ ഇതിനേക്കാളും വളരെ ഇരട്ടിയായിട്ടുണ്ട്. അപ്പൊ അതൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു നോവലാണ്, ഒരു ഫിക്ഷനാണ്, വർക്ക് ഓഫ് ഇമാജിനേഷൻ ആണ് എന്നുള്ളത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരം അതിനെ ഒരു പോലീസിനെതിരായിട്ടുള്ള ഒരു ലേഖനമോ പുസ്തകമോ ഒക്കെ പോലെയാണ് വായിച്ചിട്ടുള്ളത്. ജയിലിൽ കിടന്നുകൊണ്ട് എത്രയോ പേര് എത്രയോ പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനും പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്ത ചരിത്രമാണ്. ഈ ദേശീയ പ്രത്യയശാസ്ത്രത്തെ ആദ്യം വിമർശിച്ച ആള് രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ള ആളാണ്. അദ്ദേഹം ദേശീയതയെ പറ്റി നടത്തിയ 3 പ്രഭാഷണങ്ങള് വളരെ പ്രസിദ്ധമാണ്. ആ ദേശീയവാദം, ദേശീയതയല്ല, ദേശീയവാദം എന്ന പ്രത്യയശാസ്ത്രത്തെ ടാഗോർ പറഞ്ഞാലും കൂടുതലല്ല, അതിന് കൂടുതലില്ല എന്ന് മാത്രമല്ല, അതിലും വളരെ കുറവായിട്ട് ഇതിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു. പുസ്തക പ്രസാധനത്തിന് തടസ്സം നിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഭൂഷണമല്ല എന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പ്രതികരിച്ചു. വായനക്കാരന്റെ സ്വാതന്ത്ര്യം കൂടിയാണ് തടയപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യം വീണ്ടും പരിഗണിക്കണമെന്നും കുരീപ്പുഴ. ഇത് സർക്കാരിന്റെ അല്ലെങ്കിൽ ജയിൽ വകുപ്പിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായൊരു നിലപാടാണ്. അതൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ആലോചിക്കുന്നത് ജയിലിൽ നിന്നും ലഭിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ കെ ദാമോദരൻ മനുഷ്യൻ എന്ന പുസ്തകം ഇപ്പോഴും പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർക്ക്, യുവതലമുറയ്ക്ക് പാഠപുസ്തകമാണ്. ഒരു കാര്യം മുഖ്യമന്ത്രിക്ക് ചെയ്യാവുന്നതാണ്. മുഖ്യമന്ത്രിക്ക് ഒന്നുകൂടെ ഇത് നോക്കാമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നന്നായിട്ട് വായിക്കുന്ന പലരും ഉണ്ട്. അവരെ കൊണ്ട് ഈ പുസ്തകം ഒന്നുകൂടി വായിപ്പിക്കാമല്ലോ. അങ്ങനെ വായിപ്പിക്കുന്നത് തന്നെ വാസ്തവത്തിൽ ഒരു അശാസ്ത്രീയതയാണ്. കാര്യം ജനങ്ങൾ തിരസ്കരിക്കും നല്ല പുസ്തകം അല്ല എങ്കിൽ. അവരെ കൊണ്ടൊന്ന് വായിപ്പിക്കുക, വായിപ്പിച്ചാലും ഇല്ലെങ്കിലും ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കൊടുക്കുക. ഇത് നല്ല പുസ്തകം അല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, പ്രബുദ്ധരായ കേരള ജനത ഈ പുസ്തകം തള്ളിക്കളയും. നല്ല പുസ്തകമാണെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, മുഖ്യമന്ത്രി അടക്കം ഇത് പ്രസാധനം ചെയ്യണം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ പ്രസിദ്ധീകരണത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ രൂപേഷ് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ജയിലിൽ കിടക്കുകയാണ്. UAPA മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ അടക്കമുള്ള നടപടികൾ തേടേണ്ടതായിട്ടുള്ള കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ വിചാരണയുടെ ഭാഗമായി തന്നെയാണ് ജയിലിൽ കഴിഞ്ഞു വരുന്നത്. 10 വർഷത്തിലേറെയായി. ഇദ്ദേഹം ഈ സമയത്ത് കവി സച്ചിദാനന്ദനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് അദ്ദേഹം സാമൂഹ്യ തിന്മകൾക്കും ജയിലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെയൊക്കെ അത്തരത്തിലുള്ള പ്രമേയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടൊരു നോവൽ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ എഴുതുന്നു. അത് പൂർത്തീകരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രൂപേഷിൻ്റെ ഭാര്യ ഷൈനയും സുഹൃത്തുക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നോവലിൻ്റെ കോപ്പി കൈമാറുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം തന്നെ ഈ അനുമതി നൽകാം എന്ന് ഇവരോട് വാക്കാൽ നിർദ്ദേശിച്ചു. അതിനുശേഷം ജയിൽ വകുപ്പും നിയമവകുപ്പും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നു. നിയമവകുപ്പ് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. ജയിൽ വകുപ്പ് ഈ പുസ്തകത്തിന് തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് തടസ്സവാദം ഉന്നയിക്കുന്നു. ഈ സമയത്ത് ജയിലിൽ നിരാഹാരം സമരം ആരംഭിച്ചു. രൂപേഷ് ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.